നിൽക്കുന്നത് കൊണ്ട് DPI കാലമില്ല എന്നാണ് വിചാരിച്ചത്. അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. കേരളത്തിലെ ഈ പോലീസ് സംവിധാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അന്ന് ഞങ്ങൾ നിങ്ങളെ തല്ലാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കരകുളത്തുനിന്നോ മുല്ലശ്ശേരിയിൽ നിന്നോ പേരുക്കളിൽ നിന്നോ AC-യിൽ നിന്നോ ഒക്കെ ഇറക്കിയാലും പ്രവർത്തകർ മതിയാകാതെ വരുമായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആരെ ആയുധം കണ്ട് പേടിപ്പിക്കുന്നത്? നിങ്ങളൊരു പ്രവർത്തകന്റെ ഷർട്ടിന്റെ പുറകുഭാഗത്ത് വടിവാള തിരികൊണ്ടുവരുന്നതിന്റെ വീഡിയോ ഇന്നലെ വന്നല്ലോ. ആ സഖാക്കന്മാരോട് പറയാനുള്ളത്, വെട്ടിയാൽ മുറിയുന്നത് ഞങ്ങളുടെ ശരീരം മാത്രമല്ല, എല്ലാ ശരീരവും മുറിയുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം. എന്തിനാ കൊണ്ടുവന്നത്? ആ പ്രവർത്തകരെക്കാരും ഇവരിങ്ങനെ വെല്ലുവിളിക്കുമ്പോ ഞങ്ങളുടെ പ്രവർത്തകരെ പോകുമ്പോൾ അക്രമം നടത്തി ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ മാരകമായ ക്രമം നടത്തണം. ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, അത് ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. ആ 10-15 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകര് അവരെവിടെ നിന്ന് വന്നവരാണ്? അവര് കാൽപ്പാടിക്കാരല്ല. പ്രവർത്തകർ തന്നെ പറയുന്നു കാൽപ്പാടിക്കാരല്ല. അവര് കരകുളത്തും മുല്ലശ്ശേരിയും ഏണിക്കരയും ഒക്കെ ഉള്ളവരാ. എന്തിനാണ് കൊണ്ടുവന്നത്? CPM മാത്രമല്ല, RSS-കാരവരെ DYFയുടെ വേഷം ധരിപ്പിച്ചിട്ടാണ് തലേ ദിവസം രാത്രി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രവർത്തകരെ വർദ്ധിച്ചത്. അത് എന്തിന്റെ പേരില്ല? നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. പ്രിയപ്പെട്ട കൈപ്പാടി നിവാസികളെ, കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് ഏണിക്കരയിലെയും മുല്ലശ്ശേരിയിലെയും RSS-കാര് കാൽപ്പാടി വന്ന് പ്രശ്നമുണ്ടാക്കി കാൽപ്പാടി നാട്ടുകാരുടെ അടിയും വാങ്ങിയ ഒരു ചരിത്രം 25 വർഷങ്ങൾക്ക് മുമ്പ്. ആ വേദ തീർക്കാൻ ഇന്നേവർ RSS-ന് തിരിച്ചടിക്കാൻ കാൽപ്പാടിയും തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ല. അത് അറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുല്ലശ്ശേരി നേതാക്കന്മാര് അർദ്ധരാത്രിയിൽ അന്നത്തെ RSS-കാരോട് പറഞ്ഞ് പഴയ ആ 25 വർഷം മുമ്പുള്ള കാൽപ്പാടിയോട് നിങ്ങൾക്ക് ചുരുക്കി തീർക്കാൻ ഞങ്ങളൊരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് RSS-കാർ DYFയുടെ വേഷം ധരിച്ച് സമീപത്തുള്ള വീട്ടിൽ കൊണ്ട് ഒളിച്ചു നിന്നെത്തിയിട്ട് SDPI-ക്കാർ അടിക്കാൻ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ ആയുധം കൊണ്ടുവന്നെന്താ? സ്വാഭാവികമായി ഈ പ്രതിഷേധ പ്രകടനത്തിൽ കൂടപ്പിറപ്പിന്റെ സഹോദരന്മാരുടെ പ്രവർത്തകരുടെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയത് പ്രതിഷേധിച്ച് ഞങ്ങളിങ്ങനെ പ്രകടനവുമായി ഇവിടെ വരുമ്പോ സ്വാഭാവികമായി 10 മീറ്റർ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുമ്പോ സ്വാഭാവികമായി ഞങ്ങൾ അങ്ങോട്ട് പോയി അക്രമം നടത്തും. അങ്ങനെ അക്രമം നടത്തുമ്പോ ഞാൻ പറയട്ടെ, ആയുധങ്ങളും വടിവാളുകളും ഉണ്ടായിരുന്നു. ആ കത്തിയുമായി കൊണ്ടുവന്നത് ഞങ്ങൾ ആക്രമിക്കാനല്ല, മറിച്ച് സ്വന്തം പ്രവർത്തകന് DYFയുടെ കൂടെയുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ പള്ളയിലേക്ക് സ്വയം അവൻ കത്തിക്കുത്തി കയറിയിട്ട് നാളെ കാൽപ്പാടിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പെറ്റ മകനെ എന്ന് അങ്ങ് അഭിമന്യുവിനെ വിളിച്ചതുപോലെ വർഗീയത നിലയ്ക്കട്ടെ എന്ന് കാൽപ്പാടിയുടെ മാർഗുകളിൽ എഴുതി വെക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ തന്ത്രമായിരുന്നു ആയുധങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ അഭിമന്യു